ശേഖരൻകുട്ടി, നീയാടാ ഈ കുടുംബത്തിലെ വിളക്ക്. ദുഃഖത്തോടെ കടന്നു പോകേണ്ട ഈ ദിവസത്തില് സന്തോഷം കൊണ്ടുവന്നത് നീയാ. നീ പ്രേമേന്ദ്രനെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ? അത് മതി. മിസ്റ്റർ പ്രേമേന്ദ്രൻ, ഇത് പതിവ് പ്രോഗ്രാം ആണോ അതോ കുറ്റബോധം കൊണ്ടാണോ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. വരൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. തന്നെ ഇത്രയും കഠിന ഹൃദയനാക്കാൻ സഹായിച്ച തന്റെ ഭാര്യയും അമ്മായിയമ്മയും. ഒരു കാര്യം ഓർത്തോ, അമ്മയോളം വരില്ല അമ്മായിയമ്മ. അമ്മയുടെ പിറന്നാളെങ്കിലും ഓർമ്മിച്ചെത്തൂന്ന് കരുതി തനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു തന്റെ അമ്മ. 100 വർഷം തപസ്സിരുന്നാലും അതുപോലെ ഒരു അമ്മയെ തനിക്ക് കിട്ടില്ല. നിനക്കൊന്നും വേണ്ടാത്ത ആ അമ്മയെ എനിക്ക് തരുവോ? എന്ത് വില വേണമെങ്കിലും തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവകാശം പറഞ്ഞോണ്ട് വന്നേക്കരുത്. തരില്ല ഞാൻ, ഒന്ന് കാണാൻ പോലും. ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും വില ദിവസങ്ങൾ കൊണ്ട് മറന്ന താൻ നന്നാവില്ല. ആ അമ്മ ഉള്ളുരുകി തന്നെ ഒന്ന് ശപിച്ചാൽ ആ ശാപം ഒരു കാലത്തും തന്നെ വിട്ടുപോകില്ല, താൻ മരിച്ചാലും. എനിക്കറിയാം തന്റെ അമ്മയ്ക്ക് അങ്ങനെ ശപിക്കാൻ കഴിയില്ലെന്ന്, അല്ലേ? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണോ, മക്കളോടുള്ള സ്നേഹം. ഒന്നോർത്തോ, അച്ചി വീട്ടിൽ ഇങ്ങനെ പുറത്താൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. വീട്ടിൽ ചെന്ന് 3-4 ദിവസം നിന്റെ തള്ളേരെ കൂടെ പെറ്റു കിടന്നപ്പോ നിനക്ക് ആ കാശിന്റെ കാര്യം ചോദിച്ചാൽ എന്തായിരുന്നു? ഞാൻ അന്നേ രഘുവേട്ടനോട് പറഞ്ഞതാ എനിക്കതിന് കഴിയില്ല എന്ന്. വീട്ടിലെ സ്ഥിതികളൊക്കെ അറിയാവുന്നതല്ലേ. ഓ, അത്രയ്ക്ക് മോശസ്ഥിതി ആണെങ്കിലേ എന്റെ മോന്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് നിന്നെ എന്തിനോടീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ, നിന്റെ ചേച്ചിയെ കെട്ടിയവൻ വലിയ കോടീശ്വരനല്ലേ? അയാളോട് ചോദിച്ചാ നിനക്ക് എത്ര വേണമെങ്കിലും കിട്ടുമെന്നാ പലരും പറഞ്ഞ കേട്ടത്. അയാളെ നിന്റെ വീട്ടിൽ വന്ന് കെട്ടിയതേ ചേട്ടത്തെ അനിത്യം കണ്ടിട്ടാണെന്നോ അറിയാം. അനാവശ്യം പറയരുത്. എന്റെ ഭർത്താവിന്റെ അമ്മ ആയതുകൊണ്ടാ ഞാൻ മറുത്തു പറയാത്തത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശിന് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. അയ്യടി, നിന്നെ കാർ പിടിച്ച് കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഇവിടെ ആരുമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോടി. ആ, ഞാൻ പോവാ. ഇനി രഘുവേട്ടൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? നീ ഇന്ന് തന്നെ മടങ്ങിപ്പോണം. വഴക്കും കൂടി വന്ന നിന്നെ സ്നേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയ നിന്റെ ജീവിതം താറുമാറാകുന്നത്. അപ്പൊ ഞാൻ ആ തള്ളയുടെ പോരും സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണോ? എന്നല്ല മോളെ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എടുത്തു ചാടരുത്. ഞാൻ ശേഖരൻകുട്ടിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ശേഖരേട്ടനോടൊന്നും പറയണ്ട. അവര് ശേഖരേട്ടനെ പറ്റി വരെ അനാവശ്യം പറഞ്ഞു. സ്ത്രീക്ക് ഭൂമിയോളം ക്ഷമ വേണം, സഹനശക്തി വേണം. മോള് തിരിച്ചു ചെല്ലേ. അമ്മ എന്തെങ്കിലും ഒരു വഴി കാണാം. എന്ത് വഴി? ഒന്നുമില്ല. അവർ ചോദിക്കണ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അമ്മ വന്ന് വിവരം പറയുമ്പോ ആ കണ്ണ് നിറഞ്ഞിരുന്നു. നിന്നോട് ചോദിക്കാതെ തീരുമാനിച്ചതായി വിചാരിക്കണ്ട. ഇത് 3 ലക്ഷം രൂപയുണ്ട്. നീ തന്നെ നിന്റെ അനിയത്തിയുടെ കാര്യം ഒത്തുതീർപ്പാക്കണം. ഇത് ഒത്തുതീർപ്പല്ല, ഒത്തുനിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. അന്ന് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പോഴും തോന്നലേ ഉള്ളൂ, വിശ്വാസമായില്ല അല്ലേ? പ്രഭാവതി രൂപയെന്ന് ആർക്കും കൊടുക്കണ്ട. ശേഖരൻകുട്ടി ചോദിച്ചാലേ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. കുട്ടിക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ശേഖരൻകുട്ടിയുടെ കാര്യത്തിലെ പ്രഭ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. എന്റെ മോള് രേണുവിനെ കണ്ട് പഠിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും പ്രേമേന്ദ്രൻ ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൺട്രോളിലാണെന്ന്. ശരിയാ, ഒരു പരിധി വരെ. അതുകൊണ്ട് എന്താ, അവർക്കൊരു ലൈഫ് ഉണ്ടായി. ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നടത്തി ആ വീട്ടുകാരുടെ പിന്നാലെ അവൻ നടന്നേനെ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മോൻ മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ഒരു കോടീശ്വരിയെ തന്നെയാ അവന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ പണം കയ്യിൽ വെച്ച് കളയണ്ട, എന്നെ ഏൽപ്പിച്ചാ മതി. 1 വർഷം കൊണ്ട് ഡബിൾ ആക്കി ഞാൻ തിരിച്ചു തരാം. എന്തിനാ പ്രേമന്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത്? അവൾ അത് അറിഞ്ഞു പ്രവർത്തിക്കട്ടെടി. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല. എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? അതിരിക്കട്ടെ, പ്രേമന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ടേ? ആ ദരിദ്രവാസികൾ വരണ്ട. വന്നാലേ വീണ്ടും പ്രേമേന്ദ്രന്റെ മനസ്സ് മാറിയാലോ. വേണമെങ്കിലേ അവൻ
അവന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്ഷണക്കത്തയച്ചേക്ക്. വന്നാ വരട്ടെ. നമ്മൾ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണെന്ന് ഇതോടെ ടീച്ചർക്ക് മനസ്സിലാവും. വരണം. ലോങ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. മനസ്സിലായില്ലേ? ഈ ശേരൻകുട്ടി നാഷണൽ എക്സ്പോർട്ടിന്റെ MD-യാ. പ്രേമേന്ദ്രന്റെ ബ്രദറിലെയാണ്. നമസ്കാരം. രേണുവിന്റെ ഹസ്ബൻഡ് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫറാ. അതെ അതെ അതെ, സിനിമയിലെ വലിയ ഫോട്ടോഗ്രാഫറാ. ശാലം, പ്രേമേന്ദ്രന്റെ അമ്മയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഗോപാല, ഇന്നേറ്റിയാത്ത പലരും കേറി വരും. നോക്കിയും കണ്ടു വേണം അകത്ത് വിടാൻ കേട്ടോ. പൊള്ളിച്ച് പറഞ്ഞാണെന്ന് മനസ്സിലായില്ലേ? എന്തിനാ അമ്മ ക്ഷണിക്കാതെ വന്നത്? നിങ്ങളെ പ്രേമേന്ദ്രനെ വിളിച്ചു. ഞങ്ങളുടെ അടുത്ത് ക്ഷണക്കത്തും കിട്ടിയിരുന്നു. എല്ലാരും എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ വരൂ. വേണു, ദേ കണ്ടില്ലേ, ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാ. പിന്നെ ആരെയാ ക്ഷണിക്കാതെ വന്ന കാര്യം ഇവര് പറയുന്നത്? അതെ, എന്റെ ഭാര്യയുടെ കുറെ ബന്ധുക്കൾ അലവലാദികളായിട്ട് പുറത്തു നിൽപ്പുണ്ട്. അവര് കയറി വന്നാ കയറ്റി വിടണ്ടെന്നാ പറഞ്ഞത്. ശംഖു, പോയി ഫുഡിന്റെ കാര്യമൊക്കെ നോക്കൂ. ഇത് കണ്ടിട്ട് എനിക്ക് മണ്ണിരേ ഓർമ്മ വരുന്നു. എനിക്ക് ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്നു. ഇതിന്റെ പേരെന്താ? കൊള്ളാം. മുത്തശ്ശിനി വന്നേ. അവസാനം കഴിച്ചാ മതി, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. ഞാൻ ഇതുവരെ വലിയ വലിയ ആൾക്കാരുടെ കല്യാണത്തിലൊന്നും പോയിട്ടില്ല. നാട്ടില് നാക്കലായിട്ട് സദ്യ വിളമ്പും. ഞാനതൊരു പിടിപിടിക്കും. ഇവിടെ ഉണ്ടാക്കിയതൊന്നും തിന്നാൻ പോലും എനിക്കറിയില്ല. ഞാൻ കാരണം അവർക്ക് മോശമായില്ലേ? എന്റെ മുത്തശ്ശ, ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം വീശണം. അപ്പോ ഒരല്പം തൊലിക്കട്ടി കിട്ടും. ഞാനും കൂടാ. പിടിച്ചേ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, I am ശേരൻകുട്ടി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഷണൽ എക്സ്പോർട്സ്. കൂടുതൽ എന്ത് പറയാനാ, ഞാൻ 2 എണ്ണം വീശിയിട്ടുണ്ട്. ക്ഷമിക്കണം. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ സ്വയം പരിചയപ്പെടുത്തിയത്. ഇവിടെ പ്രേമേന്ദ്രന്റെ അമ്മായിയമ്മ, ഓ എന്താ അവരുടെ പേര്, ഒരു വല്ലാത്ത വിശാലാക്ഷി. വിശാലം, മിസ്സസ് വിശാലം. ഓ മിസ്സസ് വിശാലം. അവരിവിടെ പലരെയും പരിചയപ്പെടുത്തുന്നതും സ്വീകരിക്കുന്നതും കണ്ടു. പക്ഷെ മനഃപൂർവ്വം ഒരാളെ മറന്നു, എന്റെ അമ്മായിയമ്മേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ അമ്മായിയമ്മ ഇവിടെ പരിചയപ്പെടുത്തേണ്ട പ്രസക്തി എന്താണെന്ന്. ഈ പൊടി, എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞത് നിന്റെ അമ്മയാ. നിന്റെ അമ്മയെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് അഭിമാനമാ, നാണക്കേടല്ല. ടീച്ചറമ്മ, ടീച്ചറമ്മ എവിടെ? ടീച്ചറമ്മോ, ടീച്ചറമ്മേ, ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ. കേരളത്തിലെ ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മഹത് വ്യക്തിയാ ഈ നിൽക്കുന്ന ശാരദ ടീച്ചർ. എന്റെ അമ്മായിയമ്മ അല്ല, എന്റെ അമ്മ. ഈ വേദിയിൽ ഗോൾഡ് മെഡൽ വാങ്ങിയ വേറെ ടീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോ ഇവിടുത്തെ വിശിഷ്ടാതിഥി ഇവരല്ലേ? ഇവരെ മാനിക്കാത്തത് തെറ്റല്ലേ? നമ്മുടെ സ്റ്റില്ലെന്തിയെ? ഞാനിവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ നീ ആരാ അയാള് പറഞ്ഞോണ്ട് ഫോട്ടോ എടുക്കാൻ? ഫോട്ടോഗ്രാഫർ. വിട്ടേ. നല്ല ഒന്നാന്തരം ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ വരുന്നത്. ദുരഭിമാനത്തിന്റെ പേരില് സ്റ്റുഡിയോ വരെ പൂട്ടിച്ചിട്ട് ഇപ്പൊ വീട്ടിലിരുത്തിരിക്കുക. അടിച്ച പണി മറക്കണ്ടടോ, ഒരെണ്ണം എടുത്തോ. പിന്നൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ ഉണ്ടാക്കുമെങ്കിലും ഞങ്ങൾ കുടുംബക്കാരൊന്നാണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ 4 അമ്മായിയമ്മമാരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവസാനിപ്പിക്കാനും വേണ്ടി വന്ന 2 എണ്ണം കൊടുക്കാനും പ്രാപ്തിയുള്ള അമ്മായിയമ്മമാർ. ആശാനിയമ്മേ ഒന്ന് വന്നേ. നാരായണിയമ്മേ വന്നട്ടെ. വിശാലാക്ഷമ്മേ വന്നട്ടെ. എല്ലാരും ഒന്ന് വന്നേ. ഒന്നിച്ചൊന്ന് നിന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇനി ഇങ്ങനെ ഒന്നിച്ചൊന്നൊരു ഫോട്ടോ എടുക്കാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഇതോടെ എല്ലാം തെറ്റി പിരിയുന്നാ തോന്നണത്. അമ്മേ ഒന്ന് നിന്നേ. സെപ്പറേറ്റ് എടുക്കാം. ആദ്യം ഇതെടുക്ക്.
ആ